ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നറൂട്ടോ സീരീസിലെ തേർഡ് ഗ്രേഡ് നിഞ്ച വാറിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഗ്രേഡ് നിഞ്ച വാറിനെ കുറിച്ചും അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രേഡ് നിഞ്ച വാറിനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു തേർഡ് ഗ്രേഡ് നിഞ്ച വാറിനെ കുറിച്ച് സീരീസിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു സെക്കൻഡ് ഗ്രേഡ് നിഞ്ച വാറിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതേ റീസൺ തന്നെയാണ് ഇവിടെ തേർഡ് ഗ്രേഡ് നിഞ്ച വാറും സ്റ്റാർട്ട് ആകാനുള്ള കാരണം. അതായത് ഈ ഒരു വില്ലേജിന്റെ ഒക്കെ പവേഴ്സ് കുറയുന്ന സമയത്ത് വില്ലേജ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ ഈ ഒരു എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് വില്ലേജിന്റെ ബോർഡറിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അത് യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ സെക്കൻഡ് ഗ്രേഡ് നിഞ്ച വാറിൽ നമ്മുടെ ഹാൻസോ ഇല്ലേ, പുള്ളിക്കാരൻ ലീഫ് വില്ലേജിൽ ഒരുപാട് ഷിനോബീസിനെ ഡിഫീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ പിന്നീട് നടന്ന പല യുദ്ധങ്ങളെയും ഹാൻസോ ജയിക്കാൻ വേണ്ടി തുടങ്ങി. റെയിൻ വില്ലേജിൽ തന്നെ ഒരു പവർഫുൾ ക്യാരക്ടറായി നമ്മുടെ ഹാൻസോ മാറി. ഇനി നമ്മൾ നേരെ ലീഫ് വില്ലേജിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫുഗാക്കു ഉച്ചിഹ ആണെങ്കിൽ ലീഫ് വില്ലേജിന്റെ ബോർഡറിൽ നടക്കുന്ന കാര്യങ്ങളും മറ്റും നോക്കാൻ വേണ്ടി തുടങ്ങി. അതായത് ഈ ഒരു വില്ലേജിന്റെ ബോർഡറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ പുള്ളിക്കാരനാണ് അവരൊക്കെ എതിർത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ വില്ലേജിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഹൊക്കാഗെ ആയിട്ടുള്ള ഹിറുസനും ഡാൻസോയും പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇനി ഈ ഒരു വില്ലേജിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാൾ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മിനാട്ടോ ആണ്. അതായത് ഈ ഒരു തേർഡ് ഗ്രേഡ് നിഞ്ച വാർ നടക്കുന്ന സമയത്ത് മിനാട്ടോയെ സ്റ്റോപ്പ് ചെയ്യാൻ ആരും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈ ഒരു സമയത്ത് നമ്മുടെ മിനാട്ടോ ആണെങ്കിൽ ഹൊക്കാഗെ ആയില്ല. അതിനു മുൻപാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. പിന്നെ ഞാനിവിടെ മിനാട്ടോയെ പറ്റി ഇവിടെ എടുത്തു പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം പുള്ളിക്കാരന്റെ പവേഴ്സും എബിലിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ. ഓക്കെ, അങ്ങനെ ഒരു ദിവസം നമ്മുടെ റിൻ, ഒബീറ്റോ, കക്കാഷി ആൻഡ് മിനാട്ടോ ഇവരെല്ലാവരും ചേർന്ന് ഒരു മിഷനിൽ പോവുകയും ഇതേ സമയം നമ്മുടെ റോക്ക് വില്ലേജും ലീഫ് വില്ലേജും തമ്മിൽ ഫൈറ്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ മിനാട്ടോ ആണെങ്കിൽ കക്കാഷിയെ ലീഡറാക്കി ഇവരെ ഈ ഒരു മിഷൻ ഏൽപ്പിച്ച് മിനാട്ടോ ഇവിടെ നിന്നും പോകുന്നു. അങ്ങനെ അതിനുശേഷം എന്ത് നടക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കുറച്ചുപേർ ചേർന്ന് നമ്മുടെ റിന്നിനെ തട്ടിക്കൊണ്ടു പോകും. ഈ സമയം നമ്മുടെ കക്കാഷി ആണെങ്കിൽ മിഷനിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒബീറ്റോ ആണെങ്കിൽ കക്കാഷിനെ ഞാൻ റിന്നിനെയാണ് രക്ഷിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് റിന്നിനെ തേടി പോകുന്നതും ഈ ഒരു സമയത്ത് നമ്മുടെ ഒബീറ്റോക്ക് ആ ഒരു ഷെറിങ്ങൻ അവൈക്കൺ ആകുന്നതും അവസാനം ആ ഒരു ഗുഹയ്ക്കുള്ളിൽ ആ ഒരു പാറകളൊക്കെ ഇടിഞ്ഞ് നമ്മുടെ ഒബീറ്റോ അതിനുള്ളിൽ പെട്ടുപോകുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഈ ഒരു വാറിന്റെ സൈഡിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഈ ഒരു കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇനി ഇതേ സമയം മറ്റൊരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷിനോബി ആണെങ്കിൽ ഹ്യൂഗ ക്ലാനിലുള്ള ഒരാളെ അറ്റാക്ക് ചെയ്ത് അവന്റെ ബ്യാക്കുവിനെ എടുത്ത് ഇവന്റെ കണ്ണിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്യാരക്ടറിന്റെ പേര് അറിയാവുന്നവർ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യും, എത്ര പേർക്ക് അറിയാമെന്ന് നോക്കാമല്ലോ. ഇനി ഇതേ സമയം മറ്റൊരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫുഗാക്കു ആണെങ്കിൽ ഫുഗാക്കുവിന്റെ ആ ഒരു ഉച്ചിഹ ടീമിനെ കൂട്ടി മറ്റുള്ളവരുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് പുള്ളിക്കാരന്റെ ഷെറിങ്ങനും മറ്റു കാര്യങ്ങളൊക്കെ ആദ്യമായി കാണിച്ചു തരുന്നതും ഒക്കെ നമ്മുടെ സീരീസിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് നമ്മുടെ ഇറ്റാച്ചി, അതായത് കുട്ടിയായിട്ടുള്ള ഇറ്റാച്ചിയെ കാണിക്കുന്നത്. നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ ആ ഒരു വാറ് നടക്കുന്ന സ്ഥലത്ത് വന്ന് അവിടെ ഉണ്ടായ ഒരു ഷിനോബി ആണെങ്കിൽ വെള്ളത്തിന് വേണ്ടി ചോദിക്കും. അപ്പോൾ നമ്മുടെ ഇറ്റാച്ചി ആണെങ്കിൽ പാവമാണെന്ന് കരുതി ആ റോക്ക് വില്ലേജിലെ ഷിനോബിക്ക് വെള്ളം കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഷിനോബി ഇവൻ ലീഫ് വില്ലേജിലെ ആളാണെന്ന് മനസ്സിലാക്കി ഇറ്റാച്ചിയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നതും ഇറ്റാച്ചി അവനെ സ്പോട്ടിൽ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ ഇറ്റാച്ചിക്കാണെങ്കിൽ ഈ ഒരു യുദ്ധവും കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടമല്ല. കാരണം ഓരോ ആൾക്കാർ ഇങ്ങനെ മരിക്കുന്നു, ഈ ഒരു യുദ്ധം കൊണ്ടൊക്കെ എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ ഇറ്റാച്ചിക്കുണ്ട്. അങ്ങനെ ഇറ്റാച്ചി ഈ ഒരു കാര്യം ഇറ്റാച്ചിയുടെ ഫാദർ ആയിട്ടുള്ള ഫുഗാക്കുവിനോട് ചോദിക്കുമ്പോൾ നമ്മുടെ ഫുഗാക്കു പറയുന്നത് ബിക്കോസ് ദിസ് ഈസ് വാർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതേ സമയം മറ്റൊരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റ് വില്ലേജിലുള്ള 7 നിഞ്ച സോർട്സ്മാൻ ഇല്ലേ, ഇവരാണെങ്കിൽ നമ്മുടെ ലീഫ് വില്ലേജ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. അങ്ങനെ ഇതേ സമയം ഇവരുടെ അടുത്തായിട്ടാണെങ്കിൽ നമ്മുടെ മൈറ്റ് ഗൈന്റെ ടീം ഇവരെ അടുത്ത് പെട്ടുപോകുന്നു. ഈ സമയം മൈറ്റ് ഗൈ എന്ന് പറയുന്നത് ചെറിയ കുട്ടിയാണ്. ഇവരെ കൊണ്ട് ഒരിക്കലും ഈ ഒരു 7 നിഞ്ച സോർട്സ്മാൻസിനെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോഴാണ് നമ്മുടെ മൈറ്റ് ഗൈയുടെ ഫാദർ ആയില്ല മൈറ്റ് ഡൈ അവിടെ വരികയും ഇവരൊക്കെ ഡിഫീറ്റ് ചെയ്യുന്നതും അവസാനം നമ്മുടെ മൈറ്റ് ഡൈ മരിക്കുകയും ചെയ്യുന്നതൊക്കെ. ഓക്കെ, ഈ സംഭവങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് പറയുന്നതേ ഉള്ളൂ. കാരണം ഈ ഒരു ക്യാരക്ടേഴ്സിനെ പറ്റിയുള്ള വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് ഈ ഒരു സംഭവങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയതാണ്. ഓക്കെ, ഇനി അതുപോലെ മറ്റൊരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റോക്ക് വില്ലേജിലെ തേർഡ് റൈക്കാഗെ ആണെങ്കിൽ 3 ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് 1000 ഷിനോബീസിന് മുകളിലുള്ള ആൾക്കാരെ വരെ ഡിഫീറ്റ് ചെയ്ത് അവസാനം പുള്ളിക്കാരൻ മരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ തേർഡ് റൈക്കാഗെന് ശേഷം നമ്മുടെ ഫോർത്ത് റൈക്കാഗെ വരുന്നു, അവന്റെ കൂടെ കില്ലർ ബീനും ഉണ്ടാകും. അങ്ങനെ തേർഡ് റൈക്കാഗെ എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞ് നമ്മുടെ ഫോർത്ത് റൈക്കാഗെയും കില്ലർ ബിയും നമ്മുടെ വില്ലേജിലേക്ക്, അതായത് ലീഫ് വില്ലേജിലേക്ക് വരുന്നു. അങ്ങനെ ഇവരെ സ്റ്റോപ്പ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ മിനാട്ടോ ആണ് വരുന്നത്. ഇതും നമ്മൾ സീരീസ്
സീരീസിൽ കണ്ട സംഭവം തന്നെയാണ്. നമ്മുടെ മിനാട്ടോ ആണെങ്കിൽ ഇവരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് വലിയ ഫൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ പറഞ്ഞ് ആ ഒരു ഫൈറ്റ് അവിടെ അവസാനിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇതേ സമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ സാൻഡി വില്ലേജിലെ സസോരി ഇല്ലേ, പുള്ളിക്കാരനും വാറിൽ ഒരുപാട് ഷിനോബീസിനെ ഡിഫീറ്റ് ചെയ്ത് നമ്മുടെ സസോരിയും അവിടെ ഫേമസ് ആകുന്നുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ചെറിയ ചെറിയ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന് അവസാനം ഒരു പരിധി കഴിഞ്ഞപ്പോൾ പതിയെ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ കുറയാൻ വേണ്ടി തുടങ്ങി. പതിയെ എല്ലാവരും ഒരു സമാധാനത്തിൽ വരാൻ വേണ്ടി തുടങ്ങും. എല്ലാം തലകീഴാക്കി വരാൻ ഒരാൾ വരുമെന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെ ഈ സമയം കറക്റ്റ് ആയിട്ട് നമ്മുടെ ഡാൻസോ ഇവിടെ വരും. അതായത് ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് റെയിൻ വില്ലേജിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രണ്ട് ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ റെയിൻ വില്ലേജിലെ ഹാൻസോയും മറ്റൊന്ന് നമ്മുടെ യാഹിക്കോ ക്രിയേറ്റ് ചെയ്ത അക്കാട്സുക്കിയാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ ലീപ് വില്ലേജിലെ ഡാൻസോ ആണെങ്കിൽ ഹാൻസോയുടെ അടുത്ത് പോയി അക്കാട്സുക്കി വളരുകയാണ്, നിന്റെ പേരും പ്രശസ്തിയും ഒക്കെ ഇല്ലാതാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർക്കിടയിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി നമ്മുടെ ഹാൻസോ ആണെങ്കിൽ നമ്മുടെ കോനാനെ പിടിച്ചു വെച്ച് ഇവിടെ യാഹിക്കോ മരിക്കുന്നതും പിന്നീട് അക്കാട്സുക്കി ഈവിൾ സൈഡിലേക്ക് പോകുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇനി ഇതേ സമയം നമ്മുടെ ലീപ് വില്ലേജിൽ നോക്കിക്കഴിഞ്ഞാലോ നമ്മുടെ റിന്നിനെ കടത്താൻ വേണ്ടി കുറച്ചുപേർ വരികയും നമ്മുടെ കക്കാഷി ആണെങ്കിൽ അവരൊക്കെ എതിർത്ത് നിൽക്കുന്ന സമയം കറക്റ്റായി നമ്മുടെ റിൻ കക്കാഷിയുടെ ആ ഒരു ചിത്തോരി അറ്റാക്കിൽ മരിച്ചു പോവുകയും കറക്റ്റ് സമയത്ത് അവിടെ ഒബീറ്റോ വന്ന് ഒബീറ്റോ റിന്നിന്റെ ആ ഒരു ഡെത്തും കണ്ട് അവിടെയുണ്ടായ എല്ലാവരെയും നമ്മുടെ ഒബീറ്റോ ഡിഫീറ്റ് ചെയ്യുന്നതൊക്കെ ഇല്ലേ, അതൊക്കെ ഈ ഒരു സമയത്താണ് നടക്കുന്നത്. ഈ സംഭവങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് ആയിട്ട് ഇവിടെ പറഞ്ഞത്. ഒബീറ്റോയുടെ വീഡിയോയിൽ ഈ ഒരു സംഭവങ്ങളെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെയും ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വില്ലേജിലുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായി വെറുതെ ഇങ്ങനെ യുദ്ധങ്ങളൊക്കെ ഉണ്ടായി എല്ലാവരും മരിക്കുന്നതല്ലാതെ ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ലീപ് വില്ലേജിൽ ഹിറുസൻ സറുട്ടോബി എല്ലാം നമുക്ക് സമാധാനമായിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഡാൻസോ ആദ്യം ഒന്ന് ഇതിനെ എതിർക്കും. കാരണം ഡാൻസോ ഇവിടെ പറയുന്നത് ഈ ഒരു യുദ്ധങ്ങളൊക്കെ തുടങ്ങി ഒരുപാട് പേർ മരിച്ചു, ഈ ഒരു യുദ്ധത്തിൽ ജയിക്കാതെ ഇതിനെ നിർത്തില്ല എന്ന് തുടങ്ങി പല കാര്യങ്ങളും ഡാൻസോ പറഞ്ഞപ്പോൾ വില്ലേജിലുള്ള എല്ലാവരും അവനെ എതിർത്ത് നമ്മുടെ ലീപ് വില്ലേജ് തന്നെ ആദ്യം ഈ ഒരു യുദ്ധങ്ങളൊക്കെ സമാധാനത്തിൽ കൊണ്ടുവരാമെന്ന് തീരുമാനിക്കും. അങ്ങനെ അതിനുശേഷം എല്ലാ വില്ലേജിലുള്ള ആൾക്കാരെയും വിളിച്ച്, അതായത് എല്ലാ കാഗേസും ചേർന്ന് ഒരു മീറ്റിംഗ് നടത്തി ഇനി യുദ്ധങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സമാധാനത്തിൽ എത്തുന്നു. എന്നാൽ ഈ സമയത്ത് നമ്മുടെ റോക്ക് വില്ലേജിലെ ആൾക്കാരാണെങ്കിൽ ഇതിന് തയ്യാറാകില്ല, അവരെന്തൊക്കെ വന്നാലും യുദ്ധം ചെയ്യുന്നില്ലൊരു മട്ടിലാണുള്ളത്. അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ യെല്ലോ ഫ്ലാഷ് ആയിട്ടുള്ള മിനാട്ടോ റോക്ക് വില്ലേജിലേക്ക് വരുന്നതും റോക്ക് വില്ലേജിലുള്ള 1000 ഷിനോബീസിനെ താൻ ഒറ്റയ്ക്ക് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു അറ്റാക്കിൽ റോക്ക് വില്ലേജിലെ ഒരുപാട് പേർ മരിക്കുകയും അങ്ങനെ റോക്ക് വില്ലേജിലെ കാഗയും യുദ്ധങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇവരുടെ കൂടെ സമാധാനത്തിൽ എത്തുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ ലീപ് വില്ലേജിൽ ഹിറുസൻ ആണെങ്കിൽ വില്ലേജിന് വേണ്ടി ഏറ്റവും കൂടുതലായി യുദ്ധം ചെയ്തതും മറ്റുമൊക്കെ പറഞ്ഞ് നമ്മുടെ മിനാട്ടോയെ ഹൊക്കാഗെ ആക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. പ്രധാനമായും മിനാട്ടോയുടെ ആ ഒരു കഴിവുകൾ കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരനെ ഹൊക്കാഗെ ആക്കാമെന്ന് തീരുമാനിക്കുന്നത്. ഈ സമയം നമ്മുടെ ഡാൻസോ ആണെങ്കിൽ ഒറോച്ചിമാറുവിനെ ഹൊക്കാഗെ ആക്കണമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഉച്ചിഹാസിന്റെ സൈഡിൽ നിന്നും ഫുഗാക്കുവിനെ ഹൊക്കാഗെ ആക്കണമെന്ന് പറഞ്ഞു. ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ഹിറുസനോട് പറഞ്ഞപ്പോഴും ഹിറുസൻ ഫൈനലി മിനാട്ടോയെ തന്നെയാണ് ഹൊക്കാഗെ ആക്കുന്നത്. അങ്ങനെ മിനാട്ടോ 4th ഹൊക്കാഗെ ആയതിനു ശേഷം തന്നെ ഈ ഒരു 3rd ഗ്രേഡ് നിഞ്ച വാർ പതിയെ അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ 3rd ഗ്രേഡ് നിഞ്ച വാറിനെ കുറിച്ച് സീരീസിൽ കാണിച്ചു തന്നത്. ഇനിയുള്ളത് നമ്മുടെ 4th ഗ്രേഡ് നിഞ്ച വാർ ആണ്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ചെയ്യാനില്ല, സീരീസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് അതിന്റെ വീഡിയോ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ കൂടുതലായൊന്നും പറയാനില്ല, അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.